അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാളെയാണല്ലോ ഷഅബാൻ 15-ന്റെ സുന്നത്ത് നോമ്പ്. ഈ നോമ്പിൻ്റെ നിയ്യത്ത് എങ്ങനെ എന്ന് പലരും ചോദിച്ചിരുന്നു. ഷഅബാൻ 15-ന്റെ ബറാഅത്ത് നോമ്പ്, അയ്യാമുൽ ബീദിൽപ്പെട്ട ദിവസം ആ നോമ്പ്, ഷഅബാനിൽ നിന്നുള്ള പ്രത്യേകം സുന്നത്തുള്ള നോമ്പ്, ഇങ്ങനെ 3 സുന്നത്തുകളാണ് നാളെ ഒരുമിച്ച് കൂടുന്നത്. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിലൊക്കെ പലപ്പോഴും പരിശുദ്ധ റമദാനിലെ നോമ്പ് ഖളാ ആയി പോയിട്ടുണ്ടാകും. എല്ലാം കൂടി എല്ലാവരും വീട്ടിയിട്ടുണ്ടാവില്ല. അപ്പം ആ ഒരു നിയ്യത്ത് കൂടി, പഠിച്ചവനെ എനിക്ക് റമദാനിൽ നിന്ന് മുമ്പ് ഖളാ ആയിപ്പോയ ഒരു നോമ്പ് അതുകൂടെ ഞാൻ കരുതുന്നു എന്ന നിയ്യത്തോടു കൂടി നോമ്പനുഷ്ഠിച്ചാൽ ഒരു നോമ്പ് കൊണ്ട് ഒരുപാട് പ്രതിഫലമാണ് ലഭിക്കുക. ബറാഅത്ത് നോമ്പിന് നിയ്യത്ത് ചെയ്യേണ്ടത് നവൈത്തു സൗമ ഗദിൻ അൻ അദാഇ സുന്നത്തി യൗമിൽ ബറാഅത്തി ലില്ലാഹി തആല. അല്ലാഹു തആലാക്ക് വേണ്ടി ഈ വർഷത്തെ ബറാഅത്ത് ദിനത്തിലുള്ള സുന്നത്ത് നോമ്പിനെ ഞാൻ കരുതി. ഈ അറബിയിൽ പറയാൻ പ്രയാസമുള്ള ആളുകൾ ഈ വർഷത്തെ ഷഅബാൻ 15-ലുള്ള ബറാഅത്ത് നോമ്പിനെ അല്ലാഹു തആലാക്ക് വേണ്ടി നോൽക്കാൻ ഞാൻ കരുതി എന്ന് മനസ്സിൽ കരുതുക. ആ കരുതുന്ന കൂട്ടത്തിൽ അയ്യാമുൽ ബീദിലെ നോമ്പാണെന്നും ഷഅബാനിൽ നിന്നുള്ള പ്രത്യേകമായ നോമ്പാണെന്നും അതോടൊപ്പം എനിക്ക് ഫറള് ഖളാ ഉണ്ടെങ്കിൽ ആ ഖളാ വീട്ടുകയാണ് എന്നും മനസ്സിനകത്തൊരു കരുതൽ കൊണ്ടുവന്നാൽ മതി. എല്ലാം കൂടി നാവ് കൊണ്ട് പറയണമെന്നില്ല, പറഞ്ഞാൽ കുഴപ്പമില്ല. നിയ്യത്ത് വരേണ്ടത് ഹൃദയത്തിൽ നിന്നാണ്, നാവിൽ നിന്നല്ല. നമ്മൾ നാവ് കൊണ്ട് പറഞ്ഞു, ഹൃദയത്തിൽ ഒട്ടും അത് ഏശിയിട്ടില്ലെങ്കിൽ അത് നിയ്യത്താകൂല. അപ്പം അതുകൊണ്ട് തന്നെ മനസ്സിലകത്തൊരു കരുത്തുണ്ടാകുക. പഠിച്ചവനെ, നാളത്തെ ഷഅബാൻ 15-ന്റെ നോമ്പ്, അയ്യാമുൽ ബീദ്, ഷഅബാനിലെ നോമ്പ്, അതുപോലെ തന്നെ ഫറള് ഖളാ ഉള്ളത് എല്ലാം കൂടി ഞാൻ നിനക്ക് വേണ്ടി നോൽക്കാൻ കരുതി എന്ന് മനസ്സിനകത്തൊരു കരുത്തുണ്ടാവുക. സുന്നത്ത് നോമ്പ് മാത്രമാണെങ്കിൽ നിയ്യത്ത് രാവിലെ വെച്ചാലും കുഴപ്പമില്ല. അതായത് സുബഹി മുതൽ ഒന്നും കഴിക്കാതിരുന്നിട്ട് ളുഹറിൻ്റെ തൊട്ട് മുമ്പായിട്ട് അവന് തോന്നി എന്നിപ്പോൾ എന്തായാലും നോമ്പനുഷ്ഠിക്കാം, അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് കരുതിയാൽ മതി, ഒന്നും കഴിക്കാതിരുന്നാൽ. പക്ഷെ ഫറള് ഖളാ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സുബഹിൻ്റെ മുമ്പ് തന്നെ നിയ്യത്ത് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക, അറബിയിൽ തന്നെ നിയ്യത്ത് ചെയ്യണമെന്ന നിർബന്ധമല്ല. നമുക്കറിയുന്ന ഭാഷയിൽ നമ്മുടെ ഹൃദയം കൊണ്ട് നിയ്യത്ത് ചെയ്താൽ മതി. നാവ് കൊണ്ട് പറയൽ പോലും സുന്നത്ത് മാത്രമാണ്.